നമസ്കാരം. വീണ്ടും മണിപ്പിരിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയണം. നമ്മളൊപ്പം ഉണ്ടെന്ന്. നമസ്കാരം സാർ. ഇന്നത്തെ ചോദ്യം ലാസ്റ്റ് ഫ്രൈഡേ നോക്കിയെങ്കിൽ ഒരു 9,00,000 കോടി രൂപ സെൻസെക്സ് ഒരു 1600 പോയിന്റ് 23 താഴെ ചെന്നു. ഈ 95 84 എക്സാക്റ്റ് പറയണമെങ്കിൽ എ കണ്ടിന്യൂസ് സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ മാക്രോ സ്റ്റെബിലിറ്റി എങ്ങനെ ഇരിക്കും എന്ന് നോക്കണം. ടോട്ടൽ മാർക്കറ്റ് ഔട്ട്ലുക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ എന്താണ് ചെയ്യണം അതും കൂടെ സാർ പറയണം. ബാങ്ക് മൺഡേ രാവിലെ എന്തു പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇതൊക്കെ അവരെ ഡോളർ ഫോർവേഡ് പൊസിഷനെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ത് സാർ? ഡോളർ വാങ്ങിക്കൊണ്ടേ ഇരിക്കും. ബാങ്കൊക്കെ ഫോർവേഡ്സിൽ വാങ്ങിയിരിക്കും. ദാറ്റ് ഈസ് മാർക്കറ്റിൽ ഡോളർ ലോങ് ആയിരിക്കും, ഷോർട്ടേജ് ഇരിക്കും. ഷോർട്ട് ചെയ്ത പൊസിഷനിൽ നിങ്ങൾ കട്ടായി ഓർഡർ ഇട്ടിരിക്കുന്നു. എല്ലാ ബാങ്കും അതിനെ കട്ട് ചെയ്യും. മൺഡേ രാവിലെ പോസിബിലിറ്റി ഓഫ് റുപ്പി ജമ്പിങ് കണ്ട് നിങ്ങൾ അകപ്പെടരുത്. 50 പൈസ കയറിയാലും കയറും. RBIൻ്റെ ആക്ഷനാണ്. സമയത്തിൽ വെളിയിൽ എടുക്കും FIA. എക്സ്ട്രാ 3-4 ദിവസം സെഞ്ചുറിയെ ഡിലേ ചെയ്യാൻ ഫെട്ട നമ്മൾ നോക്കണം എന്ന് പറയുന്നത് കൂടുതലാണ്. ഒരു ലോങ് ടേം ആണ്. പുറത്തെ മട്ടിൽ തിങ്കളാഴ്ച എന്തെങ്കിലും നടക്കും അമേരിക്ക ഇറാൻ്റെ അകത്ത്. ലൈക്ക് 2% fall on Monday. fall on Monday അല്ലോ അതെ പറയുന്ന സാർ. ഇന്നലെ വൈകിട്ട് ഒരു കാട്ടിയിരിക്കുന്നു. സ്റ്റോക്ക് S&P 500 ഒക്കെ എന്തുകൊണ്ട് സാർ ഇത്? വളരെ ഹൈലി ഓവർ വാല്യൂഡ് ബോസ്. അത് കാരണമാണ് പ്രീമിയം ഡെറ്റ്. പിന്നെ അവർ ഹൈലി ഓവർ വാല്യൂഡ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇഫ് ദർ ഇസ് നോ ചേഞ്ച്, ക്രൂഡ് ഇവിടെ തന്നെ ഇരിക്കുവാണെങ്കിൽ രാവിലെ തന്നെ അറിയാൻ പറ്റും നമ്മൾക്ക് 50 400 പോയിന്റ് വരയ്ക്കും കുറയാൻ്റെ ചാൻസ് വളരെ കൂടുതലുണ്ട്. ഇപ്പോൾ 23 വന്നിരിക്കുന്ന 22,850 ഇരിക്കുന്നു. 400 വരയ്ക്കും പോവാം. കട്ട് ചെയ്യുമോ എന്ന ഒരു സംശയം ഇരിക്കുന്നു സാർ. ടൈറ്റ് കട്ട് ചെയ്യും. അതിലെന്താണ് സംശയം? തീർന്നില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് 22 കട്ട് ചെയ്ത് 21 പോകും. അമേരിക്കൻ മാർക്കറ്റ് വിളുവാണെങ്കിൽ തന്നെ പോകുമാ ഇല്ല ഇന്നത്തെ തന്നെ പോകുമാ എന്ന് നോക്കിയാൽ ആ ടൈമിംഗ് ഒന്നും പറയാൻ പറ്റൂല. ഇപ്പോ അമേരിക്കൻ മാർക്കറ്റ് വിളുന്നതിന്റെ കാരണം ഓവർ വാല്യൂ എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നോ? കറക്റ്റ് ആയിരിക്കുന്നു. ഓവറായിട്ട് PE നോക്കുമ്പോൾ 20 ഇയർ ലോ ആണ്. 20 ഇയർ ലോ ആയിരിക്കാൻ പറ്റൂല. സർ ഇല്ലെങ്കിൽ അതിനെ നിങ്ങൾ രണ്ട് വിധമായിട്ട് നോക്കണം. ടെക് സെക്ടറിനൊക്കെ വെളിയിലെടുക്കാം. ഈ OMC ഇതൊക്കെ നിഫ്റ്റിയിലിരിക്കുന്നതൊക്കെ വെളിയിലെടുക്കാം. പിന്നെ ഈക്വാസി ദെൻ പവർ ഗ്രിഡ് ഇതിനൊക്കെ വെളിയിൽ തരണം. ഇങ്ങനെയും പുറത്താക്കാം. ശേഷം നിങ്ങൾ വാല്യുവേഷൻ നോക്കണം. സർ ഫൈൻ. അപ്പോൾ അതുവരെയും ഇതിനെ നമ്മൾ ഒറിജിനൽ വാല്യുവേഷൻ എടുക്കാൻ പറ്റൂല നോക്കാൻ പറയുന്നു. കമ്പനി ഒരു മാറ്റർ ആണ്, പക്ഷെ വാല്യുവേഷൻ നോക്കണം. നിഫ്റ്റി എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കുന്നു സർ. സർ അതിനെ അക്യുമുലേറ്റ് ചെയ്യാൻ ഇത് കറക്റ്റായ സമയമാണ് സർ. ടിഫൻ കോഫിയിൽ കൺസിഡർ ചെയ്യാൻ ഇത് കറക്റ്റായ സമയമാണ്. എന്തുകൊണ്ടാണ് ലഞ്ച് ടൈം ഇന്നും വന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നു സർ? തീർച്ചയായും ഇന്നും വലിയ മാറ്ററൊന്നും നടന്നില്ല. ക്രൈസിസ് വരാം, ഇക്കണോമിക് ക്രൈസിസ് വരാം, കറണ്ട് ഡെഫിസിറ്റ് 3.6 പോവാം, ഒരു പാനിക് സെയിൽ വരാം, ഇൻവെസ്റ്റബിൾസിൽ നിന്ന് ഗൾഫിൽ നിന്ന് വരുന്ന കാശ് വരാതെ പോവാം. ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇന്ത്യയിൽ വന്നിരിക്കാം. വിലാണ്ട ചാൻസ് ഇരിക്കുന്നു എന്ന് പറയുന്നല്ലേ സർ? അവൻ ഇരിക്കുന്നു, ചാൻസ് നോക്കിയിരിക്കുന്നു. ബ്രിന്റ് ഗുഡ് നോക്കുവാണെങ്കിൽ 40% കയറിയിരിക്കുന്നു. മാർച്ചിൽ മാത്രം ഇത് വന്നിട്ട് മൾട്ടിപ്പിൾ സെക്ടർ ആയിട്ട് മീറ്റ് ചെയ്യുന്ന കാരണം ഏർണിങ്സ് കുറയുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ നിഫ്റ്റി ഇന്നും താഴെ പോകാൻ തന്നെ ചാൻസ് ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കാമോ? അതെ, മോർ ചാൻസസ് ആർ therefore going down and then going up. ഇപ്പോൾ സാറിന്റെ സ്റ്റൈൽ നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴാണ് ലഞ്ചിന്റെ സമയം വരും തന്നെ കാണാൻ പറ്റും. വന്നാ പറയും. എന്തെന്ന് വെച്ചാൽ OBS ആയിട്ട് നിഫ്റ്റി താഴെ ഇറങ്ങുന്നത് നോക്കാൻ പറ്റുന്നു, കയറാൻ പോകുന്നു എന്നതും നോക്കാൻ പറ്റുന്നു. ടാർഗറ്റ് വീക്ക് നോക്കുവാണെങ്കിൽ US പ്രപ്പോസ് ചെയ്ത പീസ് അതിനെയും വന്ന് റിജക്ട് ചെയ്തിരിക്കുന്നു. പറഞ്ഞായിരുന്നല്ലേ അവർ റിജക്ട് ചെയ്യുമെന്ന്. കൊടുത്തതിനെയും ഇവരൊന്നും വലുതായിട്ട് കൺസിഡർ ചെയ്യണത് പോലെ തോന്നുന്നില്ല. US വന്നിട്ട് April 6 വരയ്ക്കും സ്ട്രൈക്ക് ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ചെയ്യുന്നതെന്ന് പറയുന്നത് ജനീവ കൺസ്റ്റിറ്റ്യൂൻസിന് എഗെയിൻസ്റ്റ് ആണ്. പക്ഷേ അബുദാബിയിൽ ഗുണ്ടിട്ട് 4 പേര് വരച്ചു. ഇനിയും അബുദാബിയിൽ ഗുണ്ടിട്ടിരിക്കുന്നു. കാരണം ഇതിൽ ചേഞ്ചസ് ഒന്നുമില്ല. എക്സ്കലേഷൻ എന്ന് പറയുന്നത് വരുമാ സർ? അങ്ങനെ വരുവാണെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് എക്സ്കലേറ്റ് ചെയ്യും? ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ മാർക്കറ്റ് ഇറങ്ങിയോണ്ടേ പോവും. ലെവൽ പോകേണ്ട ചാൻസ് ഇരിക്കുന്നത് അത് പറയാൻ പറ്റൂല സർ. ഒരു വർഷത്തിന് മുമ്പ് 16,000 എന്ന് പറയണത് പോലെ എനിക്കൊരു ഓർമ്മ ഉണ്ട് സർ. കറക്റ്റ് ഓർമ്മ വരുന്നല്ലേ? പോണത് പോലെ ഒരു ഫീൽ സർ. ലാസ്റ്റ് ഇയർ രൂപ വന്നിട്ട് 81 ആണ്. മടിക്കുവാണെങ്കിൽ എന്ന് വെച്ചോ
പെർസെൻറ്റ് അവിടെ തന്നെ പോയി. നിങ്ങൾ മാർക്കറ്റിനെ എങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ 22,800 12% ഇപ്പോൾ ഇരിക്കുന്നു. 13 മൈനസ് 14%. അങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി ഇത് 19 ആവും. ഇത് 19,000 വരുന്ന സമയം സെഞ്ചുറി അടിച്ചു എന്ന് വെച്ചോ. മീൻസ് ഇറ്റ് ഇസ് 20% ഡൗൺ. 15%ൽ 20% എടുക്കുവാണെങ്കിൽ റംസിൽ അതിന്റെ പ്രൈസസ് ഒക്കെ ഇൻക്രീസ് ആയിട്ടിരിക്കുന്നു. ഇപ്പൊ കെവിൻ വാഷ് വന്ന് ഡൊണാൾഡ് ട്രംപ് ചോദിക്കുന്നത് പോലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഹോൾഡിൽ തന്നെ വയ്ക്കുമോ ഇല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുമോ? ഇപ്പോൾ ഇരിക്കുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഇൻട്രസ്റ്റ് റേറ്റിന് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരും സാർ. വരും, പക്ഷെ അവർ ഹോൾഡ് ചെയ്യും. എന്തുകൊണ്ടാണ് സാർ? പൊളിറ്റിക്കൽ ലോയാലിറ്റി ചെയ്യത്തിലാണ് വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ 4% മുകളിലിരിക്കുന്നു. ഫ്യൂവലിൻ്റെ വില 20% മുകളിൽ കയറിയിരിക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റിനെ കട്ട് ചെയ്യൂല, ഇൻട്രസ്റ്റ് റേറ്റിന് കയറ്റാൻ പറ്റൂല. അവർ ജസ്റ്റ് നോക്കിയിരിക്കും. ഹോൾഡിൽ വച്ചിരുന്നാലും ഈ ഹൈപ്പ്, ടാരിഫ് പ്രഷർ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ US മാർക്കറ്റും പ്രഷറിൽ തന്നെ ഇരിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്നു. എല്ലാ മാർക്കറ്റും അങ്ങനെ തന്നെ. റിസഷൻ വരേണ്ട ചാൻസ് ഇരിക്കുന്നു. ഇത് തന്നെ ഞാൻ പറയുന്നു, ഇവിടെ എങ്ങനെ എത്രയും ദൂരം ഇറങ്ങുമെന്ന് അറിയാൻ പറ്റില്ല എന്ന്. എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു ഡോളറിൻ്റെ കുറപാട് വരും. അതുകൊണ്ട് ഈ ഡോളറിൻ്റെ കുറപാട് വരുമെന്നാൽ ഇരിക്കുന്ന കുറച്ച് എക്സ്പോർട്ട്സ് കൂടെ വെളിയിൽ പോകത്തില്ല. പോയെങ്കിൽ അത് വന്നുകൊണ്ടേയിരിക്കും. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് 3.5% വരയ്ക്കും പോവാം. ശതവീതം പോവുകയാണെങ്കിൽ അത് ഹെവി പ്രഷറാണ്. സാർ, ഈ ഗോൾഡിന്റെ പ്രൈസ് വന്ന് കറപ്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു വിഷയത്തിൽ നോക്കാൻ പറ്റുന്നു. ഫുള്ള കറപ്റ്റ് ആയില്ല, കറപ്റ്റായി ഏറിയിരിക്കുന്നു. കറപ്റ്റ് ആകും, അത് കുറയുമോ എന്ന് നോക്കണോ സാർ? അത് വാറിനനുസരിച്ചാണ്. ഗോൾഡ് കുറയും. എന്ന് വെച്ചാൽ ക്രൂഡ് വന്നിട്ട് സെക്കൻഡ്സ് ഡോളറാണ്. ക്രൂഡിന്റെ വില കയറുവാണെങ്കിൽ ഗോൾഡിന്റെ വില കുറയും. അപ്പൊ ഗോൾഡിൽ ഇരുന്ന ഡിമാൻഡ് വന്നിട്ട് ക്രൂഡ് ഓയിലിന് ഷിഫ്റ്റ് ആയ എന്ന് നോക്കുന്ന സാർ? ഇതിൽ ഓൺലി ഡോളറിൽ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും. അതിന് വെളിയിൽ എടുത്തു തരാൻ പറ്റുന്നില്ല. പെർസം സപ്ലൈ ഡ്രോപ്പ് ആയിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഷോർട്ടേജ് ഇരിക്കുന്നു. ഷോർട്ടേജ് കാരണം ക്രൂഡിന് ഡിമാൻഡ് കയറിയിരിക്കുന്നു, ഡോളറും കയറിയിരിക്കുന്നു. 3-4 മാസത്തിന് മുമ്പ് സിൽവർ ബാൻ എന്ന് പറഞ്ഞ ഉടനെ ഒരു ഷോർട്ടേജ് വന്നല്ലേ സാർ? ഇതന്നെ ഇതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കണോ സാർ? അങ്ങനെ തന്നെ. പക്ഷെ ഒരു 5 മാസം ഇതിന്റെ ഡിമാൻഡ് ഇങ്ങനെ ഇരുന്നെന്ന് വെച്ചോ. ഡിമാൻഡ് ശരിയാവുകയാണെങ്കിൽ അതിലിരുന്ന് മീണ്ട് വരാൻ ഒരു 4 വർഷം എടുക്കും. ഇനി ഒരു മിനി ഡിമോണിറ്ററൈസേഷൻ കോവിഡ് പോലെയാണ്. എന്നിട്ട് ഒരു മിനി വേവാ തന്നെ നോക്കണം. അത് ഇൻഡസ്ട്രിയും പോകും എന്നുള്ള ചോദ്യം എത്രയാണ്? ഇന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അത് പറഞ്ഞ ആയിഷ ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുന്ന ഈ വീഡിയോന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.